നിങ്ങളിത് കണ്ടില്ലേ? ബംഗാളിലെ തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ ഒരു സാധാരണ കടയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടൊരു സാധാരണക്കാരന്റെ കടയിലേക്ക് ഇറങ്ങിയിട്ട് ചാൽമുരി വാങ്ങിയിട്ട് അത് കഴിക്കുകയാ. സകല ലോകം ഇത് ഉറ്റുനോക്കുക. നാഷണൽ മീഡിയാസിലൊക്കെ തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയായി. ലോകം ഉറ്റുനോക്കുന്ന ഒരു സാധാരണ കടയിൽ നിന്ന് അദ്ദേഹം സാധാരണക്കാർക്കിടയിൽ ആ ചാൽമുരിയൊക്കെ കഴിക്കുന്നത് ലോകം മൊത്തം ചർച്ചയാ. നമ്മുടെ മാധ്യമങ്ങൾ ഇത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ഇത് അവര് കണ്ടിട്ടേ ഇല്ല, അവര് കാണിയില്ല. വഴി കൊടുക്കലാണ് അധികാരം. ഇതാണ് ദുബൈയുടെ മാതൃക. UAE രാജാവൊക്കെ ഒരു മാളിലൂടെ നടക്കുന്നതിന്റെ സമയത്തൊരു സാധാരണക്കാരി അതിലെ നടന്നു പോകുമ്പോൾ ആ രാജാവ് സകലരെയും തടഞ്ഞു വെച്ചിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞൊരു വീഡിയോ വലിയ രീതിയിൽ വൈറൽ ആക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ് ആക്കിയത് എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി ചാനലാണ് നമ്മുടെ കേരളത്തിലൊക്കെ. അല്ല ചങ്ങായി, ഈ സംഘികളെ മൂഞ്ചിക്കുന്നതിനൊരു പരിധി ഇല്ലടേ. ഒരു മേക്കപ്പിനൊക്കെ പരിധിയില്ലെന്ന് പറയും പോലെ ഒരു സ്റ്റാൻഡേർഡ് മൂഞ്ചിക്ക് പോയി. ഇത് എന്ത് നീ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ നിന്നെ താങ്ങി നടക്കുന്ന ആ സംഘികളൊക്കെ എന്താ നിന്നെ അൺഫോളോ ചെയ്ത് പോകുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഇത്. പ്രധാനമന്ത്രി ഒരു ചരുമ്പുരി മേടിക്കാൻ വേണ്ടി 10-20 രൂപേൻ്റെ നോട്ടും കൊടുത്ത് അയാൾ പോയി. അയാൾക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അയാൾ പോയി ഷോപ്പിലേക്ക് പോയി. അതൊക്കെ ബാക്കിൽ നിന്ന് ക്യാമറ സെറ്റപ്പാണ്. ക്യാമറ ആൾക്കാരില്ലെങ്കിൽ ആ ഷോപ്പിലേക്കൊന്നും പോയില്ല, പൈസയും കൊടുക്കില്ല. ക്യാമറ ഉണ്ട്, ഇത് അറിയിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത് UAE കമ്പയർ, UAE ശേഖന്മാരുടെ മാളിലേക്ക് പോയി സാധാരണക്കാർ എത്തിയിരിക്കുന്നു, ക്യാമറ ബാക്കൊന്നും വരാതെ ആരും കാണാതെ. അപ്പോൾ ഇത് CCTV ആണ് ഡോപ്പ് എടുക്കുന്നത്. ഇവിടെ CCTV ഒന്നുമില്ല, സാധാരണക്കാരുടെ ഷോ. അപ്പോൾ ക്യാമറ ഉണ്ട് പറയുമ്പോൾ പ്രധാനമന്ത്രി വന്ന് അയാൾക്ക് ചരുമ്പരി കഴിക്കാൻ വേണ്ടി മാത്രം പ്രധാനമന്ത്രി, ഞാൻ പ്രധാനമന്ത്രിയെ നമ്മളെ പ്രധാനമന്ത്രി ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, അയാൾക്ക് കഴിക്കണം തീർച്ചയായിട്ടും. ചരുമ്പരി ഒരു 500-1000 രൂപ അധികം കൊടുത്തിരുന്നെങ്കിൽ നമുക്കത് സന്തോഷമായിട്ട് അവൻ്റെ ഷോപ്പിൻ്റെ പുരോഗതി കൊടുത്തതിൽ നമുക്ക് അതിന് വാർത്തയാക്കായിരുന്നു. ഇത് വെറും 20 രൂപ, അതിൻ്റെ ബലം എത്ര ചോദിച്ചിട്ട് ആ 10 രൂപ തന്നെ കൊടുക്കുന്നു, ഒരു ടിപ്സ് പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് അതിന് പൈസ. ഇതിപ്പോൾ നിങ്ങൾ പറയുന്ന എന്താ പറയുക, ഈ പറയുന്ന അങ്ങനെയല്ല. ഇത് സാധാരണക്കാരൻ്റെ ഷോപ്പിലേക്ക് പ്രധാനമന്ത്രി പോയി ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ലോകം, ഇവിടുത്തെ മാധ്യമങ്ങൾ കാണുന്നില്ല. ലോകത്തിനിപ്പോൾ ഈ 20 രൂപ ചരുമ്പനി മേടിച്ച് നോക്കുന്നല്ല പണി. ഇവിടെ ഈ പശ്ചിമേഷ്യയിലാകെ പ്രശ്നമായി കിടക്കാനാണ്. ഹോർമൂസ് തുറക്കുന്നതിലൂടെ ജോലി പോകുന്നു, പെട്രോളിന് വില കൂടുതൽ, ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടായി നാട്ടിലേക്കെല്ലാം പോകുമ്പോൾ ഈ ചരുമ്പരി മേടിച്ചതിനെ നോക്കി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് 20 രൂപേൻ്റെ ചരുമ്പരി ഞങ്ങൾക്കെല്ലാം 20 രൂപേൻ്റെ ചരുമ്പരി മേടിച്ചത് നോക്കാനാണ് പണി. 20 രൂപ 1000 രൂപ അധികം കൊടുത്തതിന് ആവശ്യമില്ല. ഞാൻ വാല്യൂ ഉണ്ടായിരുന്ന വാലിനെ നിന്നെ പോലത്തെ ആൾക്കാർ എന്താക്കി അതിനെ വാർത്തയാക്കിയിട്ട് അതിനെ കളഞ്ഞു. 20 രൂപ കൊടുത്ത് നേരെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ആരും കണ്ടിട്ടില്ലായിരുന്നു പൈസ കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ട് 20 രൂപ അധികം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ വലിയ വാർത്തയാക്കി. ആക്ച്വലി വാല്യൂ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി പോയി സാധാരണക്കാരോട് സംസാരിച്ചു. നിങ്ങൾ എന്താക്കിയാൽ വാർത്തയാക്കിയിട്ട് എന്താക്കി 20 രൂപ കൊടുത്ത് അറിയിച്ചിട്ട് അത് ആകെ നാറിച്ച് കളഞ്ഞു. അപ്പൊ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ മൂഞ്ചിച്ച് ഈ ചങ്ങാന്റെ പേര് ഫസൽ എന്നാണ്. സംഖ്യയല്ല, സംഖ്യകളെ മൂഞ്ചിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഖ്യയായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. ഒരു മൂഞ്ചിച്ച് എന്ത് സ്റ്റാൻഡേർഡ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് വിട്ട് കളിച്ചാലുണ്ടല്ലോ ഭൈ. ഇനി നിനക്ക് ഇങ്ങനെ ഫോളോ ആവും. ആൾക്കാർക്ക് ബുദ്ധി വെച്ചത് നീ മാറ്റർ മാറ്റ്. ഈ പ്രധാനമന്ത്രിന്റെ വാലെല്ലാം കളയാൻ വേണ്ടിയിട്ട് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. നമ്മളെ മാധ്യമങ്ങൾ എന്ത് ലോകം ഉറ്റുനോക്കുന്ന ഭൈ. ലോകം വേറെ എന്തെല്ലാം ടെൻഷൻ ഉണ്ട്. എൻ്റെ അടുക്ക് ഈ ചരുമ്പൂരി 20 രൂപ ചരുമ്പൂരി മേടിച്ചിട്ട്